രാധേ രാധേ കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സമാധാനത്തോടെ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ച് കാണുമല്ലേ? ഞാനും ഇവിടെ കുഴപ്പമില്ലാതെ ഒരു വിഷു ആഘോഷിച്ചു ഭഗവാന്റെ അനുഗ്രഹത്താൽ. ഇപ്പം ഇനി വിഷു ആഘോഷിക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇന്ന ദിവസമൊന്നും ഇല്ലല്ലോ നമുക്ക് വിഷു സദ്യ ഒരുക്കി ഭഗവാന് കൊടുക്കണമെന്നൊന്നും. എന്നും നമ്മുടെ മനസ്സിലിങ്ങനെ ഭഗവാന് വേണ്ടി സദ്യ ഒരുക്കുകയും അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് കണി കാണുന്നതൊക്കെ നമുക്ക് മനസ്സിൽ തന്നെ സങ്കല്പിച്ച് ഓരോ നിമിഷവും ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ പ്രത്യേക ഒരു ദിവസം വേണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. സാധാരണ ഞാനിങ്ങനെ കുഞ്ഞിലെയൊക്കെ കേട്ടിട്ടുണ്ട്, കുഞ്ഞിലെ അല്ല ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷുവോ അല്ലെങ്കിൽ ഓണമോ അല്ലെങ്കിൽ നല്ല ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ആളുകൾക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമല്ലോ. മരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ സമയത്ത് ഞാൻ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഭഗവാനെ പഴി പറയും. നമുക്ക് ഭഗവാന് നമ്മളെ ഒന്നും വേണ്ട, എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എന്നിട്ടും നമ്മൾക്ക് വീണ്ടും വീണ്ടും ദുഃഖമാണ് തരുന്നേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ നമുക്കൊക്കെ ദുഃഖം തരാൻ വേണ്ടി അവിടെ PhD എടുത്തുകൊണ്ടിരിക്കുമല്ല. ഭഗവാന് അതിൻ്റെ ആവശ്യവും ഇല്ല, ഒരാൾക്ക് ദുഃഖം തരേണ്ട ആവശ്യവും ഇല്ല. ഭഗവാൻ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഇഷ്ടം. അതിനുവേണ്ടി തന്നെയാണ് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടതെന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ദുഃഖം കാണാൻ അദ്ദേഹത്തിന് അത്രയും വിഷമമായതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഏത് രീതിയിൽ വേണം കർമ്മങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നമുക്ക് ദുഃഖം തരാനും അല്ലെങ്കിൽ നല്ല ദിവസങ്ങൾ നമ്മുടേത് നശിപ്പിച്ച് കളയാനിരിക്കുമല്ല അവിടെ ഭഗവാൻ. നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നല്ല ദിവസങ്ങൾ കായുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് കാരണക്കാർ. അല്ലാതെ അതിന് ഭഗവാനെ പഴി ചാർത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാനിങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പം ഇതെന്നല്ല, ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ലോജിക്കല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഇങ്ങനെ ഉദര സംബന്ധമായിട്ടുള്ള രോഗം വരുന്നത് വരാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ കാരണം നമ്മൾ ഏതെങ്കിലും ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആരെങ്കിലും നമ്മൾ കാരണം ഭക്ഷണം കഴിക്കാതെ ഒരു മനം നൊന്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കാരണം അത് ഓർത്ത് അവരെ കണ്ണുനീരാകോ ആ ഭക്ഷണത്തിൽ വീഴുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ ഉദര സംബന്ധമായ രോഗം വന്നതെന്ന് പറയും, കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിലൊക്കെ സത്യമുണ്ട്. നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ സന്തോഷത്തിനും എല്ലാം നമ്മൾ തന്നെ കാരണക്കാർ. നമ്മുടെ കർമ്മം ശുദ്ധീകരിച്ച് വെക്കുക. ഏറ്റവും പ്രധാനം 2 കാര്യങ്ങളാണ്. ഒന്ന് കർമ്മം, ഭഗവാൻ ഏറ്റവും കൂടുതൽ നോക്കുന്ന കർമ്മം. രണ്ടാമത് നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ ആ ഒരു എങ്ങനെയാണ് നമ്മൾ അവരോടുള്ള നമ്മൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. എന്നുവെച്ചാൽ സർവ്വചരാചരങ്ങളിലും ഭഗവാനാണ് ഉള്ളത്. സർവ്വചരാചരം, അതായത് ലിവിങ്ങിലും നോൺ ലിവിങ് തിങ്സിലും ഭഗവാനാണ് ഉള്ളത്. അപ്പോൾ ഏത് രൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ നമ്മുടെ നമ്മുടെ അടുത്ത് വരുന്ന, മുന്നിൽ കാണുന്ന, എല്ലാം നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് ഒരു കരുണയും ഒന്നും തോന്നിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നാവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവർക്കൊരു വിഷമം കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വിഷു, ഓണം അല്ലെങ്കിൽ നല്ല ദിവസങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചത് നമ്മളെ ഒന്നും വേണ്ടാഞ്ഞിട്ടല്ല എന്നല്ല, നമ്മൾ ആലോചിച്ചാൽ മതി. എന്തെങ്കിലും നമ്മുടെ കർമ്മഫലം കൊണ്ട് തന്നെ ആയിരിക്കും നമുക്കിതൊക്കെ ആഘോഷിക്കാൻ പറ്റാതെ. നമ്മളും ആരുടെയെങ്കിലും സന്തോഷമുള്ള ദിവസങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടാകും, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടുകയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഭഗവാനല്ല അതൊന്നും ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവൃത്തിക്കുള്ള റിസൾട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത് ആ ഒരു വർത്തമാനം, നമ്മളെ ഒന്നും വേണ്ട എന്നുള്ള വർത്തമാനം പോലും നമ്മുടെ ഉള്ളിൽ ആരോടൊക്കെയോ ഉള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക, കമ്പാരിസൺ അല്ലെങ്കിൽ അസൂയയാണ്, ജലസാണ്.
അവൻ ആഘോഷിക്കുന്നു, എനിക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഭഗവാൻ ഒരാൾക്ക് മാത്രം നന്മ കൊടുക്കുന്നു, ഞങ്ങളെ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള അല്ലെങ്കിൽ നന്നായി കിടക്കുന്ന ഒരാളോടുള്ള അസൂയ തന്നെയാണ്. അത് നമുക്കൊന്നും, അത് തന്നെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും. അത് തന്നെ ഒരു ചീത്ത പ്രവൃത്തിയല്ലേ. ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന നമ്മുടെ ചിന്ത പോലും ഒരു കർമ്മഫലമായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ പറയുന്ന പോലും ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് വിഷു ആഘോഷിക്കാൻ പറ്റിയതിൽ, അല്ലെങ്കിൽ നല്ല ദിവസങ്ങൾ ആഘോഷിക്കാൻ പറ്റാത്തതിലല്ല പ്രശ്നം. ഒരു പ്രാർത്ഥനയും നടത്താത്ത, അല്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എനിക്ക് അതൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല, അതേസമയം ഒന്നും പ്രാർത്ഥിക്കാതെ നടക്കുന്നവൻ, അല്ലെങ്കിൽ ഒന്നിനും ഭഗവാന്റെ ഒരു നല്ല കാര്യങ്ങളും ചെയ്യാത്തവൻ നല്ലത് ചെയ്യുന്ന അവന് വിഷുവും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളൊരു ഒരു അസൂയ ഭാവമാണ്. അതും എനിക്ക് തോന്നുന്നില്ല നല്ലതായിട്ട് ഭഗവാൻ കാണുന്നത്. അതൊക്കെ നമ്മുടെ കർമ്മഫലമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്തെങ്കിലും കാരണത്താൽ നമുക്ക് എന്തെങ്കിലും നല്ല ദിവസങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ജീവിതം താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് കാരണക്കാർ. പിന്നെ ഈ ജന്മത്തിലൊന്നും ഭഗവാനെ പ്രാർത്ഥിക്കാതെ പോലും അവർക്കൊക്കെ ഉയർച്ച വരുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അത് അവരുടെ പൂർവ്വജന്മത്തിൽ അവർ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും വന്നിട്ടുള്ളത്. ആ ഒരു പുണ്യം തീരുന്നവരെ അവർക്ക് ഈ ജന്മത്തിൽ എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ആരെയും കമ്പയർ ചെയ്യണ്ട, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല അവന് കിട്ടുന്നു അങ്ങനെയുള്ള ജലസം ഒന്നും വേണ്ട. അതെല്ലാം കർമ്മഫലമായിട്ട് നമ്മുടെ നമ്മുടെ ബാഗിൽ, നമ്മുടെ തോളത്തുള്ള ഒരു ബാഗിൽ ഇങ്ങനെ കൂടി വരിക. ഞാനിവിടെ കുഞ്ഞുങ്ങളോട് പറയും, അവർ നല്ലത് ചെയ്യാൻ വേണ്ടി ഞാൻ പറയും, ചീത്ത ചെയ്യുവാണെങ്കിൽ 2 ബാഗാണ് ഭഗവാൻ തോളത്തിട്ട് തന്നേക്കുന്നത്. ഒരു ബാഗിൽ ബ്ലാക്ക് ബോൾ, അതായത് നെഗറ്റീവ് പോയിൻറ്റ്സ് വീഴും, ഒരു ഇതിൽ വൈറ്റ് ബോൾ ഗുഡ് പോയിൻറ്റ്സും വീഴും എന്ന് പറയും. അതുപോലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിൻ്റെ ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനിക്കറിയാം, ഇത് കാണുന്നത് ഒരു 99% ആളുകളും കൃഷ്ണഭക്തരാണ്. ഇത് നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ പോലും എനിക്കില്ല. പക്ഷേ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഞാൻ ഇവളാരാ ഇങ്ങനെ വന്ന് പറയാനെന്ന് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ആരുമല്ല. ഞാൻ ഭഗവാന്റെ ഭക്തരിൽ ഏറ്റവും അർഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം പോലും എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം ഞാൻ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിതിപ്പോൾ ഭഗവാൻ തന്ന ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഇതൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ പോലെ. നമ്മളൊരു ആരോടും അസൂയയും വേണ്ട, പിന്നെ ഭഗവാനെയും വഴി പറയാതിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എൻ്റെ എന്തെങ്കിലും കർമ്മഫലം കൊണ്ടായിരിക്കും ഇപ്രാവശ്യം എനിക്ക് ഒരു നല്ല ദിവസം, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ എനിക്ക് അത് ആഘോഷിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കാൻ പോലും ഉള്ള ഇത് വന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ ആയിരിക്കും, എൻ്റെ കർമ്മഫലമായിരിക്കും, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ഭഗവാനോട് ക്ഷമ ചോദിക്കണം ആദ്യം. രണ്ടാമത് സഹജീവികളോട് ക്ഷമ ചോദിക്കണം. ആരെയാണ് നമ്മൾ നോവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പം എങ്ങനെ ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന ഭഗവാനെ അവിടുന്ന് എന്നെ ഈ പ്രപഞ്ചത്തിൽ രൂപം തരാൻ എത്ര ജന്മമായെന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എപ്പോഴാണോ അവിടുന്ന് എനിക്കൊരു ജന്മം തരാൻ ഉദ്ദേശിച്ച നാൾ, ആ നാൾ തൊട്ട് ഈ നിമിഷം വരെ എന്തെങ്കിലും ആർക്കെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഭഗവാനെ എന്ന് ക്ഷമ ചോദിക്കുന്നു. ആ സഹജീവികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവർക്കും ഉള്ളിൽ എന്നോട് ക്ഷമിക്കാനുള്ള കരുണ കൊടുക്കണമേ, തോന്നൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ ഭഗവാനോടും സാഷ്ടാംഗം വീണ് ക്ഷമ ചോദിക്കുക. ഈ നമ്മുടെ ഈ സഹജീവികളുടെ എല്ലാം ഉള്ളിൽ ഭഗവാനാണ് ഉള്ളത്. അപ്പം ഇൻഡയറക്റ്റ്ലി നമ്മൾ ഭഗവാനെയാണ് വിഷമിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തികളൊക്കെ അദ്ദേഹത്തിനല്ലേ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനോടും ക്ഷമ ചോദിക്കാൻ, അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. സഹജീവികളോടും അവരുടെയൊക്കെ ഉള്ളിലുള്ള ഭഗവാനോടും ക്ഷമ ചോദിക്കുന്നു എന്ന് തന്നെ പ്രാർത്ഥിക്കുക. ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഞാൻ ഈയിടെ ഒരു അമ്മ പറയുന്നത് ഞാൻ കേട്ടതാണ്. അവരുടെ മകന് ജോലി ഇല്ലാത്തതുകൊണ്ടോ അല്ലെ അവരുടെ വീട്ടിൽ അവരുടെ എന്തോ ഒരു പ്രശ്നം കാരണം അവർ പറയുന്നത് ഞാൻ കേട്ട, ഇത് അവർ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അത്ര ഞാൻ ചെയ്യുന്നതിൻ്റെ 100% എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലും സാരമില്ലായിരുന്നു, 4-1 ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം അവരോട് തോന്നിയത്. നമ്മുടെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം ഭഗവാന് കഴിയാൻ.
വേണ്ട. പിന്നെ നമുക്ക് ഈ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കയ്യിൽ സാമ്പത്തികമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ കനിഞ്ഞു തരുന്ന ഭിക്ഷയാണ്. അല്ലാതെ നമ്മളൊന്നും എവിടെ നിന്നും കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുമ്പിലോട്ട് വേണ്ട എൻ്റെ വകയാട്ടോ നിങ്ങൾക്ക് ഇരിക്കട്ടെ ജീവിക്കാൻ എന്നും പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം തരുന്ന ഭിക്ഷയിൽ ഒരു പങ്ക് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഭഗവാന്റെ മുമ്പിൽ കാണിക്ക വെക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ആകരുത്. ഞാൻ ഇന്നത് എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് തരാം. അങ്ങനെ ഭഗവാൻ അവിടെ ദാരിദ്ര്യത്തിലല്ല ഭഗവാൻ കഴിയുന്നത്. നിങ്ങളുടെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട ഭഗവാന് കഴിയാനേ. അപ്പോൾ അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഭഗവാനോട് ബിസിനസ് ഡീല് വെക്കുകയോ ചെയ്താൽ ഭഗവാൻ നേരെ നമ്മുടെ ആ ലെവലിലോട്ട് ഇറങ്ങി വരും. അതായത് തനി കച്ചവടക്കാരനാവും ഭഗവാനും. അപ്പോൾ അവിടെ ഒരു സ്നേഹമില്ല അല്ലേ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നു എന്നുള്ളൊരു ബിസിനസ്സായി മാറും. അപ്പോൾ അതും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുള്ളവർ അല്ലെങ്കിൽ എന്തിനായാലും ബുദ്ധിമുട്ടുകൾ വരുമ്പം ഭഗവാനെ നീ കാണുന്നുണ്ടല്ലോ ഞാൻ ഇതുവഴി കടന്നു പോകുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ ഭഗവാനെ അതൊന്ന് കൈപിടിച്ച് അക്കരെ കടത്താൻ സഹായിക്കണേ എന്ന് മനന്നൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ സാക്ഷി കിട്ടുമ്പോൾ അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നാൽ നമ്മൾ ഉടനെ എന്താ ചെയ്യേണ്ടേ? ഭഗവാനോട് പറയണം, ഭഗവാനെ അങ്ങ് തരുന്ന ഭിക്ഷയാണിത്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് എൻ്റെ നന്ദി സൂചകമായിട്ട് അവിടുത്തെ കാലത്ത് സമർപ്പിക്കുന്നു. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതി, അല്ലാതെ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ എന്നൊരു അഹംഭാവത്തോടെ ഭഗവാനൊന്നും ചെയ്തു കൊടുക്കാൻ നിൽക്കരുത്. എന്താ വെച്ചാൽ ഈ ചുറ്റും കാണുന്ന സകലതും ഭഗവാന്റെയാണ്, സകല സാധനങ്ങളും ഭഗവാന്റെയാണ്. അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും നന്മ ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ചെയ്യാനോ പുണ്യകർമ്മങ്ങൾ ചെയ്യാനോ എന്തെങ്കിലും നമുക്ക് മനസ്സോ അതിനനുസരിച്ചുള്ള സാമ്പത്തികവും ഒരു കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഒന്നുമല്ല, ഭഗവാൻ തരുന്ന ഭിക്ഷയാണ്. അപ്പോൾ വഴിപാടുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക, ഭഗവാൻ തന്ന ഭിക്ഷയിൽ നിന്ന് ഒരു പങ്ക് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ഭഗവാനെ, ഞാൻ അവിടുന്ന് തന്നതിനെല്ലാം നന്ദി, എനിക്കൊന്നും തരാനില്ല, അവിടുന്ന് തന്നതിൻ്റെ അതൊന്നൊരു പങ്കെടുത്ത് കാൽക്ക വെക്കാനുള്ള ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത് അവിടുന്ന് ഹൃദയപൂർവ്വം സ്വീകരിക്കണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ വേണം അത് സമർപ്പിക്കാൻ, അല്ല ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹംഭാവത്തോടെ ആകരുത്. പിന്നെ ഞാൻ ലാസ്റ്റിൽ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ 2-3 പേര് ഡൗട്ട് വെച്ചിരുന്നു, ഡോക്ടർ വെജിറ്റേറിയൻ ആണോ, വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കേ ഭഗവാന്റെ പ്രസൻസ് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് അവർ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരവാട്ടോ, ഞാൻ വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ എൻ്റെ ഡയറ്റ് എല്ലാം ഭഗവാനാണ് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ഞാനത് പറയാം. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷമായിട്ടുള്ളൂ ഭഗവാനുമായിട്ട് അടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഭഗവാന്റെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിഷമിക്കും. ഭഗവാനെ, എനിക്ക് നോൺ വെജ് നിർത്താൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലല്ല, വേറെ സ്ഥലത്താണ്. ചോദിക്കും, വേറെ സ്ഥലത്ത് നോൺ വെജ് ഉള്ളവർ, വെജിറ്റേറിയൻ ഉള്ളവർ കഴിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൈ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വേവിച്ച് കഴിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ അപ്പോഴത്തെ ഒരു പെട്ടെന്ന് വിശപ്പ് മാറാൻ പെട്ടെന്ന് എന്താ ചെയ്യുക അത് ചെയ്യും. അല്ല എനിക്ക് വേറെ കുക്ക് ചെയ്യുക, മക്കൾക്ക് ഭർത്താവിന് വേറെ, അങ്ങനെയുള്ള സാഹചര്യം പറ്റത്തില്ല ഇവിടെ. നമുക്ക് നമ്മൾ തന്നെ അപ്പനാന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ വേണം എല്ലാത്തിനും ഓടാൻ. അപ്പോൾ ഞാനിങ്ങനെ നല്ലതായിട്ട് വിഷമിച്ച് ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, നിൻ്റെ ഭക്തരുടെ ഒരു ക്വാളിറ്റിയും എനിക്കില്ലല്ലോ ഭഗവാനെ, ഞാൻ ആ ഒരു എന്തെങ്കിലും ഒന്ന് ഭഗവാന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം, എനിക്ക് നോൺ വെജ് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഭഗവാനെ. അപ്പം ഞാൻ നിൻ്റെ മുമ്പിൽ നിനക്ക് എന്നോടുള്ള ആ ഒരു ഇഷ്ടം കുറയുമോ? ഞാൻ തുടക്കത്തിൽ ഞാൻ ഭഗവാനോട് വിഷമിച്ച് ചോദിച്ച സമയത്ത് പിറ്റേന്ന് എനിക്കൊരു യൂട്യൂബിൽ ഒരു വീഡിയോ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യൻ പത്മപാദർ, ആ സമയത്ത് കേട്ടാണ് ആ പേര് അല്ലെങ്കിൽ ഈ കഥയോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അദ്ദേഹം നരസിംഹമൂർത്തിയുടെ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹം അപ്പം
പേര് കേട്ട ഭക്തനാണ്. അപ്പം ആള് തപസ് ചെയ്യാൻ വന്നു. എന്തിനാ? നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി. ആള് എങ്ങനെയൊക്കെ എന്താ പറയുക, ഒറ്റക്കാലെ നിൽക്കുന്നു, ഭക്ഷണം കുറയ്ക്കുന്നു, ഒന്നും വായു പോലും ഉള്ളിലോട്ടെടുക്കാതെ തപസ് ചെയ്യുന്നു, ആകെ എന്തൊക്കെയോ ചെയ്ത് നോക്കുവാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ആൾക്കുള്ളിലൊരു ഈഗോ പ്രവർത്തിക്കാൻ തുടങ്ങി. ആൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വലിയ പേര് കേട്ട ഭക്തനാണ്, അപ്പം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ പേര് ചെറുതായി പോവും. ആ ഒരു ഭാവം ആളുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. അതുകൊണ്ട് ആൾ കഠിന വ്രതം എടുക്കുക. എങ്ങനായാലും സാരമില്ല, നരസിംഹമൂർത്തി. അപ്പം ആള് സത്യം പറഞ്ഞാൽ ആൾക്ക് ഉള്ളിൽ കാണും, ഭക്തിയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ പേര് പോകും എന്നുള്ള ഇതും കൂടെ ഒരു എന്താ പറയുക, ആ ഒരു ഭാവം കൂടെ ഉള്ളിൽ വന്നതുകൊണ്ട് ആയിരിക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല. ആ സമയത്താണ് ആ ഒരു വേടൻ ഇദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പം പത്മപാദർക്ക് ഭയങ്കര ഒരു എന്താ, ഇവരൊക്കെ ആരാ ചോദിക്കാൻ, ഇവർക്കൊക്കെ എന്താ അറിയാം ഭഗവാനെ പറ്റി, എന്നെ പോലുള്ള വലിയ വലിയ ഭക്തർക്കേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഇവരോടൊക്കെ എന്തിനാ എൻ്റെ സമയം കളയുന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കായിരുന്നു. പക്ഷേ ഈ വേടൻ എന്താ, വേടനാണെങ്കിൽ പോലും ആൾക്ക് എതിരെ നിൽക്കുന്ന ആ ആളോടൊരു എന്താ പറയുക, ഒരു നന്മ, ഒരു കരുണ തോന്നിയിട്ട്, ഇദ്ദേഹം ഇങ്ങനെ വിശന്നിരിക്കുന്നല്ലോ എന്ന് തോന്നിയിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ. അപ്പം ഇവനെ ഒഴിവാക്കി കളയാം എന്നുള്ള രീതിയിൽ പത്മപാദർ പെട്ടെന്ന് പറഞ്ഞു നിർത്തും, ഞാൻ എൻ്റെ എന്താ ഇഷ്ടദേവനായ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താനാണ്, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ വേടൻ അറിയത്തില്ല ആരാ നരസിംഹമൂർത്തി എന്ന്. ആള് വിചാരിച്ച് എന്തോ മൃഗമായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നരസിംഹമൂർത്തിയെ കാട്ടിത്തിരക്കി നടന്ന്. പക്ഷേ ഈ നടക്കുന്ന സമയത്ത് ആളും ഭക്ഷണം ഒഴിവാക്കുവാണ്. പക്ഷേ വേടൻ്റെ എന്താണ് നരസിംഹമൂർത്തി എന്നോ അല്ല ദൈവം എന്താണെന്നോ പോലും അറിയാത്ത ഒരാൾ പക്ഷേ നരസിംഹമൂർത്തി എന്ത് എന്ന് ചോദിച്ച് ഭക്ഷണം ഒഴിവാക്കി നടന്ന് അവസാനം നരസിംഹമൂർത്തി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഈ വേടൻ വഴി പത്മപാദർക്കും നരസിംഹമൂർത്തിയുടെ എന്താ കാണാൻ പറ്റി എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വേടൻ നോൺ വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ, അപ്പം ഭഗവാൻ എനിക്ക് അന്നേരം എനിക്ക് മനസ്സിലായ കഥ, നോൺ വെജിറ്റേറിയൻ, വെജിറ്റേറിയൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, അല്ലെങ്കിൽ ആണ് പെണ്ണ്, അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല ഭഗവാൻ ഒരാൾക്കടുത്ത് പ്രസൻസ് കാണിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. എന്താ വെച്ചാൽ നമ്മളിപ്പം ഇവിടെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകൾ ഇപ്പം നോൺ വെജിറ്റേറിയൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർ ഹിന്ദു അല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് അറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? ഈ ലോകത്ത് കാണുന്ന സകലത്തിനെയും സൃഷ്ടിച്ച ആ ദൈവമാണ്. അവരുടെ എല്ലാ ഉള്ളിൽ ഭഗവാന്റെ ഒരു അംശമുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നോൺ വെജ് ആയാലും വെജ് ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും എല്ലാവർക്കും ആ ഹയർ പവറിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാവും. ഇനി എൻ്റെ കാര്യം പറയാം. ഞാൻ നോൺ വെജിറ്റേറിയനാണ്. അതായത് ഇങ്ങനത്തെയൊക്കെയുള്ള ചാനലിൽ വന്നിരുന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോർക്ക്, ബീഫ് ഇതെല്ലാം ഞാൻ കഴിക്കാറുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ കഴിക്കുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഭഗവാനായിട്ട് വിഷമിച്ച് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടു, ഇതൊക്കെ സംഭവിച്ച് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ചില ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ശ്രമിക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ എന്നെ കൊണ്ട് സ്വയം പറ്റുന്നില്ല ഇത് നിർത്താൻ, അപ്പോൾ ഭഗവാന്റെ സഹായം വേണം എന്ന് പൂർണ്ണ ശരണാഗതി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഭഗവാന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വർഷം ആ ഒരു സമർപ്പണം ഞാൻ ചെയ്തതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബീഫിൻ്റെ ഒരു ബർഗറോ എന്തോ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച് കഴിക്കാൻ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് നിർത്തിക്കോ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ അത് എനിക്ക് തോന്നിയതാണെന്നൊന്നും ഞാൻ പിന്നെ തിരിച്ച് ചിന്തിക്കുന്നില്ല. ഇത് നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ നിർത്തി. ഞാൻ പിന്നെ അത് തൊട്ടിട്ടില്ല. അങ്ങനെ ഒരു വർഷം അങ്ങനെ ഒരു ബീഫ് നിർത്തി.
അതായത് ഭഗവാൻ എൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയടിക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഭഗവാൻ ഓരോ സമയമാകുമ്പം പതുക്കെ പതുക്കെ നിർത്തുവാണ്. അങ്ങനെ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബീഫ് നിർത്തി 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പോർക്കും ഇതുപോലെ കഴിക്കാൻ വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഉടനെ അടുത്ത ശബ്ദം വന്നു, നിർത്തിക്കോ, ഇങ്ങനെ നിർത്തിക്കോ. അപ്പം ഞാൻ ഓക്കെ നിർത്താം, ബിക്കോസ് എനിക്കതൊക്കെ എനിക്കൊന്ന് എന്താ പറയുക, നമുക്കൊരു പുഷ് മതി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുറയുന്നൊരു തള്ളൽ മതി, ഞാൻ ശരിയാവും എന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ടായിരിക്കും ചിലർക്ക് പറ്റും പെട്ടെന്ന് നിർത്താൻ, ചിലർക്ക് ആ ഒരു കഴിവില്ല. അതിലുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല ഞാനിങ്ങനെ ഭഗവാനെയൊക്കെ അറിഞ്ഞു തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വേണം പൂർണ്ണമായിട്ടും. പെട്ടെന്ന് നിർത്താൻ പറ്റുന്നവരുടെ മനസ്സ് നല്ല ദൃഢനിശ്ചയമായിരിക്കും. എനിക്ക് അത്രയും ആ ഒരു ദൃഢനിശ്ചയം വന്നിട്ടില്ലായിരിക്കാം. അപ്പം അങ്ങനെ പോർക്ക് നിർത്തി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊഞ്ച്, ഞണ്ടും. ഇതിൽ കൊഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇത് നിർത്താൻ പറഞ്ഞു ഭഗവാൻ, പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് ചെറിയൊരു വേദനയോ അങ്ങനെയൊക്കെയാണ് തരും, അപ്പോൾ എനിക്കങ്ങ് പേടിച്ച് നിർത്തുമല്ലോ എന്ന് വെച്ചു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കഴിച്ചപ്പം എനിക്ക് വേദന എടുക്കാൻ തുടങ്ങി, വയറ് വേദന എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നിർത്തി. അപ്പോഴാണ് നമുക്കിപ്പോൾ എത്ര അനുഭവങ്ങൾ വന്നാലും നമ്മൾ മനുഷ്യരല്ലേ, പിന്നെയും ഇങ്ങനെ ലോജിക്ക് ആലോചിക്കുമല്ലോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നതായിരിക്കും, എൻ്റെ ഇമാജിനേഷൻ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ, ഞാനെന്നുള്ളൊരു ഞാനെന്നുള്ള ഭാവമല്ല, അതിനപ്പുറം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമാജിനേഷൻ ആയിരിക്കും എന്നുള്ള ചിന്ത വന്നു. അപ്പോൾ 2ാമത്തെ വട്ടം പരീക്ഷിക്കാൻ വേണ്ടി ആരെയാണെന്നറിയാം, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥനെ ഞാൻ പരീക്ഷിക്കാനേ, ആ ബോധമേ ഉള്ളൂ അന്നേരം എനിക്ക്. അന്നേരമല്ല, എപ്പോഴായാലും നമുക്കൊക്കെ അത്രേ ബോധമേ ഉള്ളൂ. അപ്പം ഞാൻ അന്നേരം എന്ത് ചെയ്തു, ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രോൺ കഴിക്കണം, എനിക്ക് വയറുവേദന തരണ്ട, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വയറുവേദന വരുന്നില്ല, ആ സമയത്ത് ഞാൻ കഴിച്ചു. ഇങ്ങനെ 1.5 ഞാൻ 1.5 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അന്നേരം വേദന വന്നില്ല. പിന്നെ അടുത്ത പ്രാവശ്യമായപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പറഞ്ഞു, ഡീല് വെച്ച് കേട്ടോ, വേദന വന്നോ, ഞാൻ കഴിക്കുന്നില്ല. അപ്പം എനിക്ക് വേദന വരും. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് സ്വയം പരീക്ഷിക്കാനായിരുന്നു. ഇനിയും ചിലപ്പം നമുക്ക് ഈ സീ ഫുഡ് അലർജി നമുക്ക് കുറേ പ്രായം കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങും. ഇനി അതാണോ അതോ ഞാനും ഭഗവാനും തമ്മിലുള്ള ഡീല് ശരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി 1.8 എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഡീല് വേണം എന്ന് പറയുമ്പോൾ എനിക്ക് വയറുവേദന വരും. അപ്പോൾ ഞാൻ നിർത്തും. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ ആയിരിക്കും, ഇത് എനിക്ക് തോന്നുന്നതാണെങ്കിലോ, എന്നിട്ട് ഞാൻ പറയും, ഭഗവാനെ എനിക്ക് വയറുവേദന വേണ്ട കേട്ടോ, ഇന്ന് ഞാൻ പ്രോൺ കഴിക്കും. അപ്പോൾ എനിക്ക് വയറുവേദന ഇല്ല എന്ന് വെച്ചാൽ. അപ്പം ഞാൻ ഇങ്ങനെ 1.8 കുറേ ഒരു 5-6 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ എൻ്റെ ഭഗവാനെ കുഞ്ഞ് കളിപ്പിക്കുന്ന മതി, ഒരുമാതിരി പൊട്ടൻ കളിപ്പിക്കുന്ന മതി. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് എനിക്ക് തോന്നുന്നതാണോ അതോ എനിക്ക് സീ ഫുഡ് അലർജി വന്നതാണോ എന്നൊക്കെ തോന്നാൻ വേണ്ടി ഞാനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അല്ല, ഞാൻ ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം എനിക്ക് വേണ്ട ഇന്ന് വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വയറുവേദന വരും. അപ്പം നിർത്തും പേടിച്ചു. അങ്ങനെ ഞാനതങ്ങ് നിർത്തി. ഞാനിനി ഭഗവാനെ പൊട്ടനാക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഞാനങ്ങ് നിർത്തി. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലായത്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് തന്നെ ആയിരിക്കും. ഭഗവാൻ വെജിറ്റേറിയൻ കഴിക്കണോ നോൺ വെജിറ്റേറിയൻ കഴിക്കണോ, നമ്മുടെ കർമ്മം ഇന്ന കർമ്മം ഇന്നതുപോലെ ജീവിക്കുമെന്നെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിനെ കൂട്ടുപിടിക്കുക, എനിക്ക് ഇതൊക്കെ മുന്നോട്ട് ഇങ്ങനെയൊക്കെ പോകണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ഭഗവാൻ നമ്മളെ നിർബന്ധിക്കത്തില്ല. എൻ്റെ ഒരു കാര്യത്തിലും ഭഗവാൻ എന്നെ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സമർപ്പിച്ച് പറയുമ്പോഴേ ഭഗവാൻ അതിന് ഉത്തരവും തരാറുള്ളൂ. ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സർവം കൃഷ്ണം എന്നുള്ള പേര് ഞാൻ എപ്പോഴാണ് ഭഗവാനെ എനിക്ക് ഒരു പേര് പറഞ്ഞതായോ എന്ന് പറഞ്ഞപ്പോഴാണ് സർവം കൃഷ്ണം. അല്ലാതെ ഭഗവാൻ ഇങ്ങനെ മാറി കൈ കെട്ടി നിൽക്കത്തേ ഉള്ളൂ. ഇവളെവിടം വരെ പോവും, അല്ലെ ഇവൻ എവിടെ വരെ പോവും, എൻ്റെ അടുത്ത് വരുമോ എന്നൊക്കെ അറിയുന്ന പോലെ നിൽക്കത്തേ ഉള്ളൂ. വെച്ചാൽ എല്ലാ കാര്യവും ആൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ആരെയും ഭഗവാൻ നിർബന്ധിക്കത്തില്ല, ഇന്നത്തെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്യാത്തത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ സംരക്ഷിക്കത്തില്ല, അങ്ങനെയൊന്നുമില്ല ഭഗവാന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും
നമ്മൾ മനം നൊന്ത് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അത് വേറെ കാര്യം തന്നെ. പക്ഷെ ഭഗവാൻ നിർബന്ധിക്കത്തില്ല. നിങ്ങൾ വെജ് കഴിക്കുന്നത് വെജ് കഴിക്കുക, നോൺ വെജ് കഴിക്കുന്നത് നോൺ വെജ് കഴിക്കുക, എത്ര ആയാലും ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ വെജ് കഴിച്ചാൽ അത്രയും നല്ലത്. അത് പെട്ടെന്ന് ഒറ്റയടിക്ക് നിർത്താൻ കഴിവുണ്ടെങ്കിൽ അതും നല്ല കാര്യം. അതല്ല എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഭഗവാൻ ഉറപ്പായിട്ടും നമുക്കത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത് വെച്ചാൽ ഓരോ ഘട്ടമായിട്ടാണ്, ഒറ്റയടിക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് എന്നെ നിർത്തിയത്. അതുകൊണ്ട് പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ ആ 10 ദിവസവും എനിക്ക് നോൺ വെജ് വേണം. പക്ഷേ അതിങ്ങനെ അതിൻ്റെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ 10 ദിവസത്തിൽ 2 ദിവസം ഉണ്ടെങ്കിലും 2 ദിവസം ഉണ്ടെങ്കിൽ മതി എന്നുള്ള രീതിയാക്കി. അപ്പം ആ ഡയറ്റ് ഞാൻ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചവരുടെ ഞാൻ താഴെ എഴുതിയായിരുന്നു, എൻ്റെ ഡയറ്റ് ഭഗവാനാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് സത്യം തന്നെ. എന്താ എനിക്ക് ഇപ്പം അങ്ങനെ അതിനോ കഴിക്കണം എന്നുള്ളൊരു താല്പര്യം വലുതായിട്ടില്ല. മറ്റേ എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈയിടെ ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊരു സ്ഥലം, കുറച്ച് ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലം, അവിടെ ചെന്നു. വൈകുന്നേരമായി. അപ്പം നമ്മൾ രാവിലെ കഴിച്ചേ ഉള്ളൂ. ഉച്ചയ്ക്ക് മൊത്തം ട്രെയിനിലൊക്കെ ആയിരുന്നു. അധികം ജ്യൂസോ അങ്ങനെ കുടിച്ചുള്ളൂ. അപ്പോൾ വൈകുന്നേരം അവിടെ ചെന്നിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു 5ഓ 6ഓ കടയുള്ള ഒരു ചെറിയൊരു ഗ്രാമം പോലെ. അവിടെ ആകെ ആ 5ഓ 6ഓ കടയുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എന്താ അപ്പം ഇപ്പം ഞാൻ നോൺ വെജിൽ കഴിക്കുന്ന ചിക്കനും വേറെ വേറെ കൊച്ചു മീനുകളും മുട്ടയും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. ബാക്കിയൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, ആദ്യത്തെ കടയിൽ ചെന്ന് അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഫുഡ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആകെ ഉള്ളത് ബീഫും പിന്നെന്താ വേൽ എന്ന് പറഞ്ഞൊരു അതിൻ്റെ മാംസവും കൂടെ ഉള്ളൂ. അതെല്ലാം ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചിക്കനേ കഴിക്കത്തുള്ളൂ, ഹസ്ബൻഡ് മറ്റേ കഴിച്ചോളും. അപ്പോൾ പറഞ്ഞു അയ്യോ ഈ ഒരു സ്ഥലത്ത് ഇതേ കിട്ടാൻ ചാൻസ് ഉള്ളൂ, നിങ്ങൾ വേറെ കട ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ 6 കടയെ അടുപ്പിച്ചടുപ്പിച്ചാട്ടോ. അപ്പം നമ്മളിങ്ങനെ ഞാൻ അടുത്ത കടയിൽ കയറി. അപ്പോൾ ഒരു 3ാമത്തെ കട തൊട്ട് ഹസ്ബൻഡ് ചെറിയൊരു നീരസം കാണിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ അത് 2, 3 കട കഴിഞ്ഞിട്ട് ഞാൻ കാരണം ആർക്കും ഫുഡ് കഴിക്കാൻ വരുന്നത് ചിക്കനും ഇല്ല. അപ്പോൾ ആൾ പറയാൻ തുടങ്ങി എന്തോ ഞങ്ങളൊക്കെ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് എന്താ ഞങ്ങളെ ഒന്നും ഭഗവാൻ നോക്കുന്നില്ലേ? ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലേ, ഒരു കാര്യം ചെയ്യ്. അവിടെ സ്വിറ്റ്സർലാൻഡ് അല്ലേ, അപ്പം ഫുള്ള് ഇങ്ങനെ മറ്റേ ഗ്രാസ് ഇങ്ങനെ വളർന്ന് കിടക്കുമല്ലേ, പശു കൊണ്ടല്ലോ. അങ്ങോട്ട് ആ പശുക്കളുടെ ഇടയ്ക്കോട്ട് കയറുന്നത് കുറച്ച് പുല്ലൊക്കെ പറിച്ച് തിന്നെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇങ്ങനെ ഞാനിപ്പോൾ ചിരിക്കുന്നെങ്കിലും ആളിച്ചിരി ദേഷ്യത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ ഭഗവാനെ ഞാൻ ചിരിക്കുന്നുമില്ല ഒന്നുമില്ല, ചിരിച്ചാൽ എനിക്ക് പണി കിട്ടും. ഓൾറെഡി വിശന്നിരിക്കുന്ന ആളുടെ മുമ്പ് വെച്ച് ഇത് കേട്ടിട്ട് ചിരിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരക്ഷരം പറയാം, ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറയാം, ഭഗവാനെ കേട്ടല്ലോ, എൻ്റെ അടുത്ത് പുല്ല് കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ബീഫും പോർക്കും എല്ലാം നിർത്തിയത്. അതുകൊണ്ട് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അഥവാ നീ കൈ ഒഴിയുവാണെങ്കിലും ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നില്ല, ഇന്ന് പട്ടിണി കിടത്താനും സാരമില്ല, ഞാനിത് കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറയാം ഇന്നൊരു ദിവസത്തേക്കല്ലേ, സാരമില്ല കഴിച്ചോ. ഞാൻ ഇതിങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയാം അല്ലെങ്കിൽ ലക്ഷ്മി ഒരു കാര്യം ചെയ്യും, ഇന്നൊരു ദിവസത്തേക്കല്ലേ, ഭഗവാൻ അങ്ങ് ക്ഷമിച്ചോളും. അപ്പം ഞാൻ അപ്പോഴും ഉള്ളിൽ ഞാൻ ഭഗവാനോട് പറയാം നീ അവിടെ മിണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ, ഞാൻ കഴിക്കാൻ പോകുന്നില്ല, ഇന്ന് എന്ത് പ്രശ്നമല്ല, വെള്ളം കുടിച്ച് കിടന്നാലും സാരമില്ല, ഞാൻ വേണമെങ്കിൽ ആ പുല്ലും പറിച്ച് തിന്നോളാം, എന്നാലും ഞാൻ കഴിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവസാനത്തെ കടയിൽ കയറാൻ ഭാവിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ പറഞ്ഞു വിട്ട പോലെ ഇപ്പം ആലോചിക്കുമ്പോൾ ആളെ എനിക്ക് ഓർമ്മ. എന്നുവെച്ചാൽ അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അവർ കടയിൽ നിന്ന് ആളിറങ്ങി വരുന്നത് എൻ്റെ മുഖത്തോട് നോക്കി ഭയങ്കര ഒരു ചിരി. നമ്മളെ കുറേ നാളായിട്ട് അറിയാവുന്ന ഒരാൾ എങ്ങനെയാ എന്നുവെച്ചാൽ പെട്ടെന്ന് വന്ന് എന്താ വേണം എന്നല്ല ചോദിക്കുന്നത്, അവിടുന്നേ എന്നെ പ്രതീക്ഷിക്കുന്ന പോലെ ആ കടയിൽ നിന്ന് ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എന്താ കഴിക്കേണ്ടത്, നിങ്ങൾ ഇന്ത്യനാ അല്ലേ, അപ്പം ബീഫൊന്നും കഴിക്കത്തില്ലായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര അപ്പോൾ അവർ ഒത്തിരി ഇന്ത്യൻസിനെ കാണുന്ന എന്നാ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു ആണ്. അപ്പോൾ പറഞ്ഞു അവർ മാഡം സാർ എന്നാ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതെ ഇവർ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു
അതിനെന്താ നമുക്ക് ഉണ്ടാക്കി തരാമല്ലോ എന്ന്. എന്നിട്ട് ഇവരാള് ഹസ്ബൻഡിനെ എന്നെയും കൂടെ കടയിൽ കയറ്റിയിരുത്തി. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ സ്പെഷ്യൽ കെയർ ആണ്. എനിക്ക് ഇങ്ങനെ എന്താ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ VIP വന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആള് വരുവാ. എന്ത് വെള്ളം ആദ്യം എന്നോടാ ചോദിക്കുന്നത്, എന്ത് വെള്ളമാണ് വരണ്ടേ, എന്താ എല്ലാം ചോദിച്ചിട്ടേ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുള്ളൂ. എന്നിട്ട് ഹസ്ബൻഡിനോട് പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഇവക്ക് സ്പെഷ്യൽ കെയർ വേണമല്ലേ, ഇവക്ക് സ്പെഷ്യൽ ഡയറ്റ് അല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടേ നമ്മൾ ആദ്യം എല്ലാം ചോദിക്കണം, അതുകൊണ്ടാട്ടോ ഞാൻ അവളോട് ചോദിക്കുന്നത് എന്നിങ്ങനെ ആളിങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യം ചോദിച്ചിട്ട് ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഈ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ എനിക്ക് എന്തോ പരിചയമുള്ള ഒരാളെ പോലെ എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ചിരി കാണുമ്പം അങ്ങനെ. അപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിക്കാൻ. അപ്പോൾ ഒരു ആളിങ്ങനെ പറഞ്ഞു ബർഗറുണ്ട് തരാമെന്ന് പറഞ്ഞു, മേടിക്കാമെന്ന്. അപ്പം നമ്മൾ ബാക്കിയുള്ള കടകളിലൊക്കെ പോയപ്പോൾ ബർഗർ എന്നൊക്കെ വെച്ചാൽ ഇച്ചിരിയേ ഉള്ളൂ, ഒരു എൻ്റെ കൈയുടെ വെള്ളയുടെ അത്രയും പോലും ഇല്ല. അപ്പം അത് വയറ് നിറയത്തില്ലെന്ന് വെച്ചിട്ട് ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു പിസ്സയും കൂടെ നിങ്ങൾ ഈ ബീഫ് ഇടുന്നതിന് വരെ ഇവർക്ക് വേണ്ടി ചിക്കൻ്റെ 8 തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോയി. അപ്പോൾ അവരെൻ്റെ എടുത്തിട്ട് പോയി, മെനു ഒക്കെ എടുത്ത് ഹസ്ബൻഡിൻ്റെ മെനു എടുത്തിട്ട് പോയി. അപ്പോൾ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് നോക്കിയോ എനിക്കിവിടുത്തെ ഏറ്റവും, അപ്പോൾ ആ ടൗണിലെ ഏറ്റവും സ്പെഷ്യൽ ഫുഡാണ് ആൾ ഓർഡർ ചെയ്തത്. എനിക്കിവിടുത്തെ എല്ലാ രാജ്യവും കറങ്ങി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അവിടുത്തെ ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നീ ഒരു ചിക്കൻ ബർഗറും ഈ ചിക്കൻ പിസ്സ അതെല്ലായിടത്തും കിട്ടുന്ന അതും കഴിച്ചോണ്ടിരുന്നോ, എനിക്കിപ്പോൾ വരും വലിയ ഡിഷസൊക്കെ വരും എന്നിങ്ങനെ പറഞ്ഞു. ഫുഡ് വന്നപ്പോൾ ആളുടെ ഫുഡ് ആൾക്ക് വായി വെക്കാൻ കൊള്ളത്തില്ല, അത്ര വൃത്തിയായിട്ട ടേസ്റ്റ്. എനിക്ക് ഫുഡ് വന്നപ്പം ഈ കുഞ്ഞ് ബർഗറാന്ന് വെച്ച് ബർഗർ വലിയ ബർഗർ, അത് 4 പേർക്ക് മുറിച്ച് കഴിക്കാം അത്രയും ബർഗർ. പിന്നെ പിസ്സയും ഭയങ്കര വലുതാ. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട, ഇതിനകത്ത് എടുത്ത് കഴിച്ചോളാം പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് എന്നിട്ട് ഇദ്ദേഹം വന്ന് പോയി. നമ്മൾ എൻ്റെ ഫുഡാണ് ഹസ്ബൻഡിന് കഴിക്കേണ്ടി വന്നത്, ഹസ്ബൻഡ് ഓർഡർ ചെയ്തതൊന്നും ഹസ്ബൻഡിന് കഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കണ്ടോ എന്നോട് പുല്ല് കഴിക്കാനല്ലേ പറഞ്ഞേ, അപ്പം ഞാൻ ആർക്ക് വേണ്ടിയാണ് ഭക്ഷണം ഒഴിവാക്കിയത്, ഞാൻ ഭഗവാന് വേണ്ടി ഒഴിവാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് അവിടെ ഭക്ഷണം ഒരുക്കുക എന്നുള്ളത്. ഞാൻ എന്തെങ്കിലും എൻ്റെ ഭഗവാന് വേണ്ടി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം, എനിക്ക് ഭക്ഷണം അല്ലെങ്കിൽ ആ സംഭവം എനിക്ക് ഒരുക്കി തരുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പം അവസാനം ഭഗവാൻ ഒരുക്കി തന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഇത് എൻ്റെ ഹസ്ബൻഡും കഴിക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആളൊന്നും വേണ്ടിയില്ല. വെച്ചാൽ ആൾക്ക് അതൊരു ബോധ്യപ്പെടുത്തൽ പോലെയാണ്. നല്ല ഭൂമി കുലുക്കം പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവർ മറന്നു പോകും. അപ്പോൾ അതൊരു ബോധ്യപ്പെടുത്തൽ പോലെയാണ് എനിക്ക് അന്നേരം തോന്നിയത്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെയാണ് എൻ്റെ ഡയറ്റും എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കുന്നത്. നമ്മൾ ഇതൊക്കെ തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ 2ആയിട്ടായിരിക്കും ഇടുന്നത്. വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 40 മിനിറ്റുള്ള വീഡിയോ എനിക്കത് ഭയങ്കര പാടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ ചിലപ്പം 2 ഭാഗമായിട്ട് ഇടാൻ ശ്രമിക്കാം. രാധേ രാധേ കൃഷ്ണ.